മണ്ണിലവർ സ്പിൻ കെണിയൊരുക്കി കാത്തിരുന്നെങ്കിൽ ഇന്ത്യക്കൊരു മറുമരുന്നുണ്ടായിരുന്നു. പ്രതിസന്ധികളിലെല്ലാം ഇന്ത്യക്കൊരു സ്പിൻ മാന്ത്രികൻ പിറന്ന കാലത്തിനിത് തനിയാവർത്തനം. കുംബ്ലെയും അശ്വിനും ഹർഭജനും ജഡേജയും അങ്ങനെ ഇന്ത്യക്കായി കരുത്തും കനലുമായ മനുഷ്യർ. ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് കാത്തിരുന്നൊരു പിൻഗാമിയാണ് മാനവ് സുതാർ. അരങ്ങേറ്റ മത്സരമാണ്. ഇന്ത്യക്ക് അങ്ങേയറ്റം നിർണായകമായ മത്സരം. ചരിത്രമുറങ്ങുന്ന ഖ്യാലയിൽ അയാൾ ഒരു പുതുചരിത്രം എഴുതി. ലങ്കയൊരുക്കിയ സ്പിൻ പിച്ചിൽ 10 വിക്കറ്റ് നേട്ടവുമായി വായുവിൽ തിരിഞ്ഞൊരു സ്പിൻ മാന്ത്രികത കണ്ടു. 5-ാം ദിനം ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് വിക്കറ്റാറുകൾ. 372 വിജയലക്ഷ്യത്തിലേക്ക് സ്വന്തം മണ്ണിൽ പൊരുതാനിറങ്ങിയതാണ് ലങ്ക. വേരാഴ്ന്നിറങ്ങിയ ഒരു ദിനിഷയെ പുറത്താക്കി തുടങ്ങിയതാണ് അയാൾ. 10 പന്തുകൾക്കിടയിൽ 4 വിക്കറ്റുകൾ. ഇതുപോലൊരു അരങ്ങേറ്റം അതാഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. മധ്യനിരയും വാലറ്റവും തകർന്നടിഞ്ഞ് ലങ്ക തീർന്നു. 165 റൺസിന്റെ പടുകൂറ്റൻ ജയം. ഇനിയൊരു പടിക്കലിന്റെ പകർന്നാട്ടത്തിന്റെ കഥ. 3-ാം നമ്പറിൽ ക്രീസിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാലങ്ങളായുള്ള ഇന്ത്യൻ സ്വപ്നമാണ് ഈ പൂവണിഞ്ഞത്. ലങ്കൻ സ്പിൻ കെണിയെ എത്ര അനായാസമായാണ് അയാൾ നിർവീര്യമാക്കിയതും. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സർവ്വസൗന്ദര്യവും നിറച്ച 1-ാം ഇന്നിംഗ്സിലെ ആ 167 ലങ്കയുടെ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയ ഗംഭീര ഇന്നിംഗ്സ് ആണത്. ഇനി ആ സ്ഥാനം ഭദ്രമെന്നുറപ്പിച്ച് ഖ്യാലയിൽ ദേവദത്ത് പടിക്കൽ ചരിത്രമെഴുതി. ദുർഘടമായ 4-ാം ദിനത്തിൽ നേടിയ വിലപ്പെട്ട 44. അയാൾക്കായി വന്നെടുത്ത അവസരം ആരവമുഖരിതമാക്കി ദേവദത്ത് പടിക്കൽ. ഒപ്പം ഏകദിന ശൈലിയിൽ ബാറ്റെടുത്ത ഋഷഭ് പന്തിന്റെ സമാനതകളില്ലാത്ത പോരാട്ടം മറവിയിലേക്ക് ആണ്ടുപോകില്ല. 69 പന്തിൽ 66. വരാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പ്രതീക്ഷകൾ കാത്തുവെക്കണമെങ്കിൽ ഇന്ത്യക്കിവിടെ ജയിച്ചേ മതിയാകും. മഴയെയും ലങ്കയെയും തോൽപ്പിച്ച് അനായാസമായി ഇന്ത്യ പൊരുതി നേടി. ജയത്തിനപ്പുറം സുതാറും പടിക്കലും പോലെ ചില മാറ്റങ്ങൾ വരും കാലത്തെ പ്രതീക്ഷയാണ്. ചില കണ്ടെത്തലുകൾ ചിലപ്പോൾ തലവര മാറ്റിയ ചരിത്രം അത് ക്രിക്കറ്റ് ലോകത്തുണ്ടെന്ന് ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കുന്നു.